അപ്പൊ എല്ലാരും സിനിമ ഫാമിലി ആയിട്ട് പോയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എന്നിലെ നടന് ജന്മം നൽകിയ സ്ഥലമാണ് കോഴിക്കോട്. നിങ്ങൾക്കെല്ലാം അറിയാം, സർഗത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെയായിരുന്നു. അന്ന് 35 വർഷത്തിന് ശേഷം ഒരു പ്രൊമോഷന്റെ ഭാഗമായ ഒരു തിയേറ്റർ വിസിറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതും എനിക്ക് ഏറ്റവും വലിയ, എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ രേഖാചിത്രം എന്ന ഈ പ്രിയപ്പെട്ട ചിത്രത്തിന്റെ കാര്യത്തിനായി ഇവിടെ വരികയും ലക്ഷ്മി തിയേറ്ററിൽ വരികയും ഇവിടെയുള്ള നിങ്ങളെല്ലാവരുമായിട്ട് കാണാനും സംവദിക്കാനുള്ള അവസരമുണ്ടായി. ദൈവത്തിന്റെ അനുഗ്രഹമാണ്. 2025 ഞങ്ങളുടെ ഏറ്റവും ഭാഗ്യമുള്ള വർഷമാണെന്നാണ് എല്ലാവരും പറയുന്നത്. രേഖാചിത്രം ഞാനിപ്പോ അവിടെ പറഞ്ഞ പോലെ വെറും രേഖാചിത്രമല്ല, ഭാഗ്യ രേഖാചിത്രമാണ്. ഇല്ലേ? നേദിക്കുന്നു ഭാഗ്യരേഖ. അപ്പം സിനിമ കാണാൻ വന്നവരുടെ റിയാക്ഷൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ബാക്കിയുള്ളവരൊക്കെ ലാസ്റ്റത്തെ ഡയലോഗിലൊക്കെ വരുമ്പോൾ അവര് പുഞ്ചിരിക്കുകയായിരുന്നു. അപ്പം എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണണം. ഈ ദിവസവും വർക്കിംഗ് ഡേയിലും തിയേറ്റർ ഫുള്ളായിട്ട് ഓടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണാം. വളരെ നല്ല സന്തോഷം. കാലിക്കറ്റ് കോഴിക്കോടിന്റെ നന്നായിട്ട് റിവ്യൂസ് നമ്മളെ റിസീവ്ഡ് us. We are very 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 happy with you guys. And then എല്ലാവരുടെ കൂടെ ഇന്ന് സിനിമ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് കാണുമ്പോൾ ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ വന്നത് വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും പ്രേക്ഷകർക്ക് ഇതാണ് പറയാനുള്ളത്, സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. ലെറ്റ്സ് സെലിബ്രേറ്റ് രേഖാചിത്രം. എന്റെ സ്വന്തം നാടായ കോഴിക്കോട് വെച്ചിട്ട് എന്റെ സിനിമ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നത്. സോ അത് രേഖാചിത്രം സംഭവിച്ചു. താങ്ക് യു ഓൾ. എല്ലാവരും സിനിമ കാണണം, എല്ലാവരും എടുത്ത് എത്തിക്കണം, ഫാമിലി ആയിട്ട് വന്ന് സിനിമ കാണണം. വർക്കിംഗ് ഡേയിലും ഒരു ഹൗസ്ഫുൾ ഷോസിൽ സിനിമ മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ആഗ്രഹിക്കുന്നു. കണ്ട എല്ലാവരും പോവാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കളോടും പറയുക.